Hi students, welcome back to Punni's class. നമ്മൾ 7th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ 8th ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ വായിച്ച് നോക്കിയായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, മാത്സ്, സയൻസിൻ്റെ ഒക്കെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെയും വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് അവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും എക്സാം ടോപ്പേഴ്സ് കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. ബിഫോർ ഹിസ് ഡെത്ത് ഇൻ 1539, ബാബ ഗുരു നാനക് അപ്പോയിൻറ്റഡ് വൺ ഓഫ് ഹിസ് ഫോളോവേഴ്സ് ആസ് ഹിസ് സക്സസർ. അപ്പോൾ അദ്ദേഹം 1539 മരിച്ചത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫോളോവറെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് സെലക്ട് ചെയ്തിരുന്നു. ഹിസ് നെയിം വാസ് ലെന, but he came to be known as Guru Angad, signifying that he was a part of Baba Guru Nanak himself. അദ്ദേഹത്തിൻ്റെ പേര് ലെന എന്നായിരുന്നു, പക്ഷേ അദ്ദേഹം അറിയപ്പെട്ടത് ഗുരു അംഗദ് എന്നുള്ള പേരിലായിരുന്നു. കാരണം മറ്റുള്ളവരെ കൂടി അറിയിക്കണം അല്ലേ, ബാബ ഗുരു നാനക്കിൻ്റെ ഒരു പിൻഗാമിയാണ് ഇദ്ദേഹം എന്നുള്ളത് അല്ലേ. അപ്പോൾ അതും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു അംഗദ് എന്നുള്ള ഒരു പേര് അദ്ദേഹം സ്വീകരിച്ചത്. Guru Angad compiled the compositions of Baba Guru Nanak, to which he added his own in a new script known as Gurumukhi. അപ്പോൾ അദ്ദേഹം ഗുരു നാനക്കിൻ്റെ കുറേ കമ്പോസിഷൻസൊക്കെ ഒരുമിച്ച് ചേർത്ത് വെച്ച് അതിലേക്ക് അദ്ദേഹത്തിൻ്റെ കുറച്ച് അഡീഷനായിട്ടുള്ള കമ്പോസിഷൻസൊക്കെ ആഡ് ചെയ്തു. ഇതിൻ്റെ പേരായിരുന്നു ഗുരുമുഖി. The three successors of Guru Angad also wrote under the name of Nanak, and all of their compositions were compiled by Guru Arjan in 1604. അപ്പോൾ ഗുരു അംഗത്തിന് ശേഷം 3 സക്സസേഴ്സ് കൂടി വന്നു. അവരെല്ലാം ഈ നാനക് എന്നുള്ള പേരിൽ തന്നെ ഓരോരോ കമ്പോസിഷൻസൊക്കെ രചിച്ചു. ഈ കമ്പോസിഷൻസ് എല്ലാം പിന്നീട് കമ്പൈൽ ചെയ്തത് ഗുരു അർജൻ, അത് 1604. To this compilation were added the writings of other figures like Sheikh Farid, Sant Kabir, Bhagat Namdev and Guru Tegh Bahadur. അപ്പോൾ ഈ ഒരു കമ്പൈലേഷനിലേക്ക് തന്നെയാണ് ബാക്കിയുള്ള ഒരു റൈറ്റിങ്സൊക്കെ ആഡ് ചെയ്തത്. ഇൻ 1706 ദിസ് കമ്പൈലേഷൻ വാസ് authenticated by Guru Tegh Bahadur's son and successor, Guru Gobind Singh. It is now known as Guru Granth Sahib, the holy scripture of the Sikhs. പിന്നീട് 1706 ഈ ഒരു കമ്പൈലേഷൻ, അതായത് ഈ ഒരു സമാഹാരം ഓതൻറ്റിക്കേറ്റ് ചെയ്തത്, അതായത് പ്രമാണീകരിച്ചു അല്ലെങ്കിൽ അധികാരപ്പെടുത്തിയത്. ഓക്കെ, ആരാണ് ഇതെങ്ങനെ ചെയ്തത്? ഗുരു തെഗ് ബഹദൂറിൻ്റെ സണ്ണും സക്സസറും ഗുരു ഗോബിന്ദ് സിംഗും. അപ്പം അദ്ദേഹത്തിൻ്റെ മകനും സക്സസറുമായ ഗുരു ഗോബിന്ദ് സിംഗാണ് ഇതിൻ്റെ ഓതൻറ്റിക്കേഷൻ നടത്തിയത്. അത് ഗുരു ഗ്രന്ഥ് സാഹിബ് എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഈ സിഖ് മതക്കാരുടെ ഹോളി സ്ക്രിപ്ചറാണ് ഈ ഗുരു ഗ്രന്ഥ് സാഹിബ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഈ പേരല്ലേ, ഗുരു ഗ്രന്ഥ് സാഹിബ് എന്നുള്ളത്. അപ്പം അതാണ് ഈ സിഖ് മതക്കാരുടെ ഹോളി സ്ക്രിപ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആരുടെയൊക്കെ ടീച്ചിങ്സ് ഉണ്ട്? ഗുരു നാനക്കിൻ്റെ ഉണ്ട്, പിന്നീട് അദ്ദേഹത്തിൻ്റെ സക്സസറിൻ്റെ ഉണ്ട്, പിന്നീട് അദ്ദേഹത്തിൻ്റെ 3 സക്സസേഴ്സിൻ്റെ ഉണ്ട്, പിന്നെ ഒരുപാട് ആൾക്കാരുടെ പേരൊക്കെ നമ്മളിവിടെ പറഞ്ഞല്ലേ. അവരുടെയൊക്കെ റൈറ്റിങ്സൊക്കെ ഈ ഒരു കമ്പൈലേഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ സമാഹാരം ഓതൻറ്റിക്കേറ്റ് ചെയ്തതാണ് ഗുരു ഗോബിന്ദ് സിംഗ്. അതിപ്പോൾ ഗുരു ഗ്രന്ഥ് സാഹിബ് എന്ന് പറയുന്ന ആ ഒരു പേരിലാണ് ഈ സിഖ് മതക്കാരുടെ ഒരു ഹോളി സ്ക്രിപ്ചർ അറിയപ്പെടുന്നത്. The number of Baba Guru Nanak's followers increased through the 16th century under his successors. അപ്പം ഈ ബാബ ഗുരു നാനക്കിൻ്റെ ഫോളോവേഴ്സിൻ്റെ എണ്ണം ഒരു 16th century ഒക്കെ ആയപ്പോഴത്തേക്കിന് വളരെയധികം കൂടി. കാരണം അദ്ദേഹത്തിൻ്റെ കാലശേഷമാണ്, അദ്ദേഹത്തിൻ്റെ സക്സസേഴ്സിൻ്റെ ആ ഒരു കാലത്തിലായിരുന്നു ഈ ഫോളോവേഴ്സിൻ്റെ എണ്ണം ഇത്രയധികം കൂടിയത്. They belonged to a number of castes, but traders, agriculturists, artisans and craftsmen predominated. പല കാസ്റ്റിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഇതിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സായി മാറിയത്. എങ്കിൽ പോലും കൂടുതലായിട്ട് എടുത്തു പറയേണ്ടത് ട്രേഡേഴ്സും അഗ്രികൾച്ചറലിസ്റ്റും ആർട്ടിസൻസും ക്രാഫ്റ്റ്മെനും ഒക്കെ ആയിരുന്നു. This may have something to do with Baba Guru Nanak's insistence that his followers must be householders and should adopt productive and useful occupations. ഈ ബാബ ഗുരു നാനക്കിൻ്റെ ഫോളോവേഴ്സൊക്കെ
ഹൗസ് ഹോൾഡേഴ്സാണ്, അതായത് ഒരു വീടും കുടുംബവും ഒക്കെ ഉള്ള ആൾക്കാരാണല്ലേ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനും കൂടെ എന്തെങ്കിലും നല്ലതൊക്കെ ലഭിക്കുന്ന പോലത്തെ അല്ലെങ്കിൽ നല്ല വരുമാനമൊക്കെ കിട്ടുന്ന പോലത്തെ ജോലി വേണമായിരുന്നു ഇവരൊക്കെ ചെയ്യാനെന്നുള്ളൊരു നിർബന്ധം ഈ ബാബ ഗുരു നാനക്കിന് ഉണ്ടായിരുന്നു. They were also expected to contribute to the general funds of the community of followers. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാനുമായിട്ടുള്ള ഫണ്ടൊക്കെ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. By the beginning of the 17th century, the town of Ramdaspur had developed around the central Gurudwara called Harmandir Sahib. 17th സെഞ്ച്വറിയുടെ ഒരു തുടക്കത്തിൽ തന്നെ ഈ സെൻട്രൽ ഗുരുദ്വാര, അതായത് ഹർമന്ദർ സാഹിബ് എന്നറിയപ്പെടുന്ന ഈ ഒരു സെൻട്രൽ ഗുരുദ്വാരയുടെ ചുറ്റും ടൗൺസൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് രാംദാസ്പൂർ, ഇന്നത്തെ അമൃത്സർ എന്നാണിത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ രാംദാസ്പൂർ എന്ന് പറയുന്ന ഈ ഒരു ടൗൺ ഈ സെൻട്രൽ ഗുരുദ്വാരയ്ക്ക് ചുറ്റും 17th സെഞ്ച്വറിയുടെ തുടക്കം തന്നെ ഡെവലപ്ഡായി. ഈ ഹർമന്ദർ സാഹിബാണ് ഇന്നത്തെ ഗോൾഡൻ ടെമ്പിൾ. ഓക്കെ, it was virtually self-governing and modern historians refer to the early 17th century Sikh community as a state within the state. അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് നോക്കുക. അതുകൊണ്ട് തന്നെ മോഡേൺ ഹിസ്റ്റോറിയൻസ് അന്നത്തെ ആ ഒരു സിഖ് കമ്മ്യൂണിറ്റീനെ സ്റ്റേറ്റ് വിത്തിൻ ദ സ്റ്റേറ്റ് എന്നാണ് വിളിച്ചത്. The Mughal Emperor Jahangir looked upon them as a potential threat and he ordered the execution of Guru Arjan in 1606. അപ്പം മുഗൾ എംപറർ ആയിട്ടുള്ള ജഹാംഗീർ നോക്കിയപ്പോൾ അതൊരു ത്രെട്ട്, ഒരു ഭീഷണിയായിട്ട് തോന്നി, ഇങ്ങനെ ഒരു സിഖ് കമ്മ്യൂണിറ്റി വളർന്നു വരുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗുരു അർജൻ എന്ന് പറയുന്ന ഈ ഗുരു നാനക്കിൻ്റെ കുറേ സക്സസേഴ്സിൽ ഒരാളാണ് ഈ ഗുരു അർജൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു. The Sikh movement began to get politicized in the 17th century, a development which culminated in the institution of the Khalsa ബൈ ഗുരു ഗോബിന്ദ് സിംഗ് ഇൻ 1699. അപ്പോൾ ഈ സിഖ് മൂവ്മെൻറ്റ് പൊളിറ്റിസൈസ് ചെയ്യപ്പെട്ടു ഏകദേശം ഒരു 17th സെഞ്ച്വറി ആയപ്പോഴത്തേക്കിന്. ഈ ഒരു ഡെവലപ്മെൻറ്റ് പിന്നീട് സമാപിച്ചത് കൽസ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു. ഗുരു ഗോബിന്ദ് സിംഗ് അദ്ദേഹമാണ് ഈ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡെവലപ്മെൻറ്റ് തന്നെ അവസാനിപ്പിച്ചത്. ദ കമ്മ്യൂണിറ്റി ഓഫ് ദ സിഖ്സ് കോൾഡ് ദി കൽസ പന്ത് ബിക്കം എ പൊളിറ്റിക്കൽ എൻറ്റിറ്റി. ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് പിന്നീട് ഈ സിഖ്സിൻ്റെ ഈ ഒരു കമ്മ്യൂണിറ്റി കൽസ പന്ത് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് മാറി, അതായത് പൊളിറ്റിക്കലി അത് നിലനിന്നു. The changing historical situation during the 16th and 17th centuries influenced the development of the Sikh movement. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ സിറ്റുവേഷൻസ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ഈ 16th 17th സെഞ്ച്വറി ആ ഒരു കാലഘട്ടത്തിൽ നടന്ന ഈ സിഖ് മൂവ്മെൻറ്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു, അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. The ideas of Baba Guru Nanak had a huge impact on this development from the very beginning. അപ്പോൾ ഈ സിഖ് മൂവ്മെൻറ്റിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റിനെ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യമാണ് ഈ ബാബ ഗുരു നാനക്കിൻ്റെ ഐഡിയാസ് എന്ന് പറയുന്നത്. He emphasized the importance of the worship of one God. He insisted that caste, creed or gender was irrelevant for attaining liberation. അപ്പം അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഒരു ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നതിലായിരുന്നു. അതുപോലെ തന്നെ ഈ കാസ്റ്റോ ക്രീഡോ ജെൻഡറോ ഒക്കെ സ്വതന്ത്രം കിട്ടുന്നതിന് അല്ലെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെ ബേസ് ചെയ്ത് ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യല്ല, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരാൾക്ക് ഫ്രീഡം ഒന്നും ലഭിക്കാൻ പാടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ കാസ്റ്റും ക്രീഡും ജെൻഡറിലും ഒക്കെ ആൾക്കാർ ഈക്വൽ ആണെന്നാണ് അല്ലേ. അല്ലാണ്ട് അവർക്ക് ലിബറേഷൻ ലഭിക്കാനുള്ളൊരു മാനദണ്ഡമായിട്ട് ഇതിനെയൊന്നും കാണരുത്. ഹിസ് ഐഡിയ ഓഫ് ലിബറേഷൻ വാസ് നോട്ട് ദാറ്റ് ഓഫ് എ സ്റ്റേറ്റ് ഓഫ് ഇനേർട്ട് ബ്ലിസ് ബട്ട് റാദർ ദി പെർസ്യൂട്ട് ഓഫ് ആക്റ്റീവ് ലൈഫ് വിത്ത് എ സ്ട്രോങ് സെൻസ് ഓഫ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ ഈ ലിബറേഷൻ എന്ന് പറയുന്ന ആ ഒരു ഐഡിയ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ് ഓഫ് ഇനേർട്ട് ബ്ലിസ്, അതായത് ഒരു സന്തോഷം ലഭിക്കുക അല്ലെങ്കിൽ ഒരു പരമാനന്ദം ലഭിക്കുന്ന ഒരു സ്റ്റേറ്റായിട്ട് മാത്രമല്ല അദ്ദേഹം അതിനെ കണ്ടത്. അതിന് പകരം സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള നല്ലൊരു ആക്റ്റീവ് ലൈഫ് എന്ന രീതിയിലായിരുന്നു അദ്ദേഹം അതിനെ കണ്ടത്. ഹി ഹിംസെൽഫ് യൂസ് ദ ടേം നാം, ദാൻ ആൻഡ് സ്നാൻ ഫോർ ദി എസൻസ് ഓഫ് ഹിസ് ടീച്ചിങ്, which actually meant right worship, welfare of others and purity of conduct. അപ്പോൾ അദ്ദേഹം സ്വയം യൂസ് ചെയ്തിരുന്ന കുറച്ച് ടേംസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രാർത്ഥിക്കുക,
ചാരിറ്റി, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ദാനമൊക്കെ കൊടുക്കുക, അങ്ങനത്തെ ചാരിറ്റി ആക്ടിവിറ്റീസ്. പിന്നെ അതുപോലെ തന്നെ പ്യൂരിഫിക്കേഷൻ. അപ്പോൾ ഈ ടേംസാണ് അദ്ദേഹം സ്വയം യൂസ് ചെയ്തിരുന്നത്, അല്ലെ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിൽ എപ്പോഴും ഉൾപ്പെടുത്തുന്ന കുറച്ച് ടേംസ് ആയിരുന്നു ഇതൊക്കെ. ഹിസ് ടീച്ചിങ്സ് ആർ നൗ റിമെമ്പേർഡ് ആസ് നാം ജപ്ന, കീർത്ത് കർണ ആൻഡ് വൻസ് ചാക്ന, which also underline the importance of right belief and worship, honest living and helping others. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ടീച്ചിങ്സിനെ ഇന്ന് അറിഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് ഓർക്കുന്നത് ഈ കുറച്ച് ടേംസ് കൊണ്ടാണ്. അതായത് വർഷിപ്പ് ചെയ്യുക, ദൈവത്തെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഗോഡിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ഹോണസ്റ്റ് ലിവിങ്, അതായത് സത്യസന്ധമായിട്ടൊക്കെ ജീവിക്കുക. പിന്നീട് എന്താണ് അദ്ദേഹം പറയുന്നത്? ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ ടീച്ചിങ്സ് ഇപ്പം ഓർക്കുന്നത് ഈ 3 ടേംസ് ആയിട്ടാണ്. അദ്ദേഹം കൊണ്ടുവന്ന 3 ടേംസ്, അതിൻ്റെ മീനിങ് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ സെയിം മീനിങ് ഉള്ള 3 ടേംസ് ആണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. Thus, Baba Guru Nanak's idea of equality had social and political implications. അപ്പോൾ ബാബ ഗുരു നാനക്കിൻ്റെ ഈ ഐഡിയാസിന് ഒരു ഇക്വാലിറ്റി, ഒരു സോഷ്യൽ ഇക്വാലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസും ഒക്കെ ഉണ്ട്. This might partly explain the difference between the history of the followers of Baba Guru Nanak and the history of the followers of the other religious figures of the medieval centuries like Kabir, Ravidas and Dadu, whose ideas were very similar to those of Baba Guru Nanak. ബാബ ഗുരു നാനക്കിൻ്റെ ഐഡിയാസിനോട് വളരെയധികം സിമിലർ ആയിട്ടുള്ള ഐഡിയാസ് ആയിരുന്നു ഈ കബീർ, രവിദാസിനും അതുപോലെ തന്നെ ദാദു എന്ന് പറയുന്ന കുറച്ച് റിലീജിയസ് ഫിഗേഴ്സിനെ ഫോളോ ചെയ്തിരുന്ന ആൾക്കാർക്കുണ്ടായിരുന്നത്. പക്ഷേ ഇവരുടെ ഫോളോവേഴ്സും അതുപോലെ തന്നെ ബാബ ഗുരു നാനക്കിൻ്റെ ഫോളോവേഴ്സും പിന്നീട് കാലങ്ങൾ കഴിഞ്ഞതോടെ അവർക്കിടയിൽ ഒരു ഡിഫറൻസ് കണ്ടു തുടങ്ങി. നമ്മുടെ ചാപ്റ്ററുടെ തീരുകയാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. ഓരോരോ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഓരോ റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ്സും അതുപോലെ തന്നെ ഓരോരോ റിലീജിയൻസിനെ കുറിച്ചും ഓരോരോ റിലീജിയസ് ലീഡേഴ്സ് ഒക്കെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. വളരെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററായിരുന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക. മനസ്സിലാവാത്ത പോർഷൻ വരുവാണെങ്കിൽ വീണ്ടും വീണ്ടും ക്ലാസ് കേൾക്കുക. പിന്നെ അറിയാൻ മേലാത്ത ടേംസ് ഉണ്ടെങ്കിൽ ഡിക്ഷണറി നോക്കി കണ്ടുപിടിച്ചിട്ട് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഞാൻ കുറേ ടേംസിൻ്റെ, സാധാരണ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ടേംസിൻ്റെ ഒക്കെ മീനിങ്സ് പറഞ്ഞു പോയിട്ടുണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത കൂട്ടത്തിൽ. എങ്കിൽ പോലും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിക്ഷണറി നോക്കി ടേംസിൻ്റെ ഒക്കെ മീനിങ്സ് കണ്ടുപിടിച്ച് നന്നായിട്ട് മനസ്സിലാക്കി ചാപ്റ്ററൊക്കെ പഠിക്കുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. അവിടെ നിങ്ങൾക്ക് ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ജോഗ്രഫി, സയൻസ്, മാത്സിൻ്റെ ഒക്കെ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ നമ്മൾ എക്സാം ബേസ്ഡ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ചാപ്റ്ററൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. അവിടെ വന്ന് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ ക്ലാസ്സുകൾ കൂടി അറ്റൻഡ് ചെയ്യുക. എല്ലാവരും എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാമൊക്കെ നന്നായിട്ട് എഴുതി എക്സാം ടോപ്പർ ആവുക.